ഇറാന് പിന്നാലെ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ക്യൂബയാണോ? ഇറാനിലെ മിലിറ്ററി ഓപ്പറേഷനുകൾ കഴിഞ്ഞ് മടങ്ങുന്ന വഴി അമേരിക്കൻ നാവികസേന ക്യൂബയിൽ കൂടി ഒന്ന് കയറുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടെ ലോക രാഷ്ട്രീയത്തിൽ പുതിയൊരു യുദ്ധഭീതിക്ക് കൂടി തുടക്കമായിരിക്കുകയാണ്. ഫ്ലോറിഡയിലെ പാം ബീച്ചിൽ നടന്ന ഫോറം ക്ലബിന്റെ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ ഈ ഒരു വിവാദ പരാമർശം വരുന്നത്. USS എബ്രഹാം ലിങ്കൺ പോലെയുള്ള ഒരു അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ മടങ്ങുന്ന വഴി ക്യൂബൻ തീരത്ത് നിന്ന് വെറും 100 യാർഡ് അകലെ നങ്കൂരമിടുന്ന ഒരു സാങ്കല്പിക സാഹചര്യമാണ് ട്രംപ് അവതരിപ്പിച്ചത്. ആ സമയം ക്യൂബക്കാർ അമേരിക്കയോട് പറയും, വളരെ നന്ദി, ഞങ്ങൾ കീഴടങ്ങുന്നു. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. കേൾക്കാൻ ഒരു തമാശ രൂപേണയാണ് അവതരിപ്പിച്ചതെങ്കിലും ഈ വാക്കുകൾ ഉണ്ടാക്കിയ ഒരു കോലാഹലമുണ്ട്. ആ കോലാഹലവും ഭയവും ഒട്ടും തന്നെ ചെറുതല്ല. അമേരിക്കയുടെ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണിത് സംഭവിക്കുന്നത് എന്ന് കൂടി ആലോചിക്കണം. അതിനൊപ്പം തന്നെ ക്യൂബയിലെ പ്രധാന സെക്ടറുകൾക്ക് മേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും തമാശയായി തള്ളിക്കളയാൻ ലോകരാഷ്ട്രങ്ങൾക്ക് അങ്ങോട്ട് കഴിയുന്നില്ല. നിലവിൽ ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ഔദ്യോഗികമായി പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ വാചകമണിക്കെതിരെ കടുത്ത ഭാഷയിലാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വേൽ ഡയസ് കനാൽ പ്രതികരിച്ചത്. അമേരിക്കയ്ക്ക് ക്യൂബയെ ആക്രമിക്കാനോ തന്നെ പുറത്താക്കാനോ യാതൊരു അവകാശവുമില്ല എന്നും അങ്ങനെ സംഭവിച്ചാൽ അത് പ്രാദേശിക സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നും ഒക്കെ അദ്ദേഹം NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഒരു പോരാട്ടം വേണ്ടി വന്നാൽ ക്യൂബക്കാർ സ്വയം പ്രതിരോധിക്കും, മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ മരിക്കും. കാരണം മാതൃഭൂമിക്ക് വേണ്ടി മരിക്കുന്നത് മാതൃഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നത് പോലെ തന്നെ മഹത്തരമാണ് എന്ന ക്യൂബൻ ദേശീയ ഗാനത്തിലെ വരികൾ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹം അമേരിക്കയ്ക്ക് മറുപടി നൽകിയത്. ചുരുക്കത്തിൽ ട്രംപ് അടുത്ത മാച്ചിനുള്ള പിച്ച് ഒരുക്കി കഴിഞ്ഞു. തമാശയായി പറഞ്ഞതാണെങ്കിലും അമേരിക്കയുടെ അഗ്രസീവ് വിദേശ നയവും ക്യൂബയുടെ ദേശീയതയിൽ ഊന്നിയുള്ള പ്രതിരോധവും തമ്മിലുള്ള പുതിയൊരു പോരാട്ടത്തിലേക്കാണോ ലോകം നീങ്ങുന്നത് എന്ന് തന്നെ നമ്മൾ കണ്ടറിയണം. എന്തായാലും ലോകരാഷ്ട്രീയത്തിൽ ഈ ഒരു വർഷം ആർക്കും ഒരു റെസ്റ്റും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.